പെട്ടെന്നൊരു ചിക്കൻ പൊരിച്ച ബിരിയാണി റെഡിയാക്കിയെടുക്കാം, അതും 5 മിനിറ്റിൽ. എങ്ങനെയും നോക്കാം. അതിന് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫസ്റ്റ് നമ്മളതിൽ ഗീയും ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് സവാള ആഡ് ചെയ്ത് അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലോട്ട് കുറച്ച് ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അത് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊന്ന് വഴറ്റി വരുമ്പം അതിലോട്ട് നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്തത്. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അത് വരണേ നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കന് അധികം പ്രത്യേക മസാല ഒന്നുമില്ല. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, അത് മാത്രമേ ചിക്കനിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ചിക്കൻ ഒന്ന് അവിടെ ഫ്രൈ ആവട്ടെ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. ഈ ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് തൈരാണ് ആഡ് ചെയ്തത്. തൈര് കുറച്ച് മതി, കുറച്ച് പുളിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് തൈര് ആഡ് ചെയ്ത് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് ചപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ ബിരിയാണീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ആയിക്കണേ. ഇനി നമുക്ക് ആ ചൂടോട് കൂടി തന്നെ ആ ഓരോ ചിക്കനായിട്ട് നമുക്ക് ഈ മസാലയോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ്റെ വെളിച്ചെണ്ണ ആയാലും അടിയിലുള്ള മസാല ആയാലും കളയണ്ട. നമുക്ക് ലാസ്റ്റ് ദമ്മിടുമ്പോൾ അത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ചിക്കനെല്ലാം നമ്മൾ ഇതിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ആദ്യം കുക്ക് ചെയ്തെടുത്ത റൈസ് നമ്മൾ എന്ത് ചെയ്യുക, ദമ്മിടാൻ വേണ്ടിയിട്ട് ഈ ചിക്കനും മസാലേൻ്റെ മുകൾക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പിൻ്റെ ഇല ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റോളം ദമ്മിട്ട് വെക്കണം. ദമ്മിട്ടതിന് ശേഷം അത് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ പൊരിച്ച ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.